അക്ഷയ്, നമ്മളെ എ സിയെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ പ്രൈസും കാര്യങ്ങളും ഒക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി പറഞ്ഞു കൊടുക്കാമോ? കൊടുക്കാമല്ലോ. നമുക്ക് എ സി എന്ന് പറയുമ്പോൾ നമുക്ക് കുറേ അധികം ബ്രാൻഡുകൾ വരുന്നുണ്ട്, കുറേ വ്യത്യസ്തതരം ടണ്ണേജുകൾ വരുന്നുണ്ട്. അതെ, ഇത്ര സ്ക്വയർ ഫീറ്റ് റൂമിന് ഇത്ര ടണ്ണിൻ്റെ എ സി അങ്ങനെ ഒരു കണക്കില്ലേ? അതൊന്ന് പറഞ്ഞുതരാം. നമുക്ക് 120 സ്ക്വയർ ഫീറ്റ് വരെയാണ് നമുക്ക് 1 ടൺ വരുന്നത്. 150 സ്ക്വയർ ഫീറ്റ് വരെ ഉള്ള റൂമാണെങ്കിൽ നമുക്കൊരു 1.2 ആ ഒരു ഇതിൽ മതി. അതിൽ 180 വരെയൊക്കെ ആണെങ്കിൽ നമുക്ക് 1.5 വേണം. അതേസമയം നമുക്ക് 200 സ്ക്വയർ ഫീറ്റിന് മേളിലാണെങ്കിൽ നമുക്കൊരു 1.8 ആണെങ്കിലും കുഴപ്പമില്ല. ഒരു 250 സ്ക്വയർ ഫീറ്റ് വരെ വരുമ്പോൾ നമുക്കൊരു 2 ടൺ എ സി വേണം, കമ്പൽസറി ആയിട്ട് നമുക്ക് വേണം. നമുക്കിപ്പോൾ റൂമിൽ ടണ്ണേജ് കൂടിയ എ സി വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ ടണ്ണേജ് കുറഞ്ഞ എ സി വെക്കുകയാണെങ്കിൽ അത് എ സിയുടെ പെർഫോമൻസിനെ നല്ല രീതിയിൽ ബാധിക്കും. നമുക്ക് ഏതൊക്കെ ബ്രാൻഡിലുള്ള എ സി വരുന്നുണ്ട്? നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡും തന്നെ വരുന്നുണ്ട്. LG വരുന്നുണ്ട്, ഡൈക്കിൻ, പാനാസോണിക്, വോൾട്ടാസ്, ഹയർ, ഗോദ്രേജ്, ബ്ലൂ സ്റ്റാർ, എല്ലാ മേജർ ബ്രാൻഡും തന്നെ വരുന്നുണ്ട്. ഇതിൻ്റെ ഇൻസ്റ്റലേഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? നമുക്ക് ഇൻസ്റ്റാളേഷനൊക്കെ സെപ്പറേറ്റ് ആണ് വരുന്നത്. ഇതെല്ലാം കമ്പനിയുടെ സൈഡിൽ നിന്നാണ് വരുന്നത്. കമ്പനിയുടെ അവരുടെ തന്നെ ഓൺ ടീം എന്നാണ് ചെയ്യുന്നത്. അതിന് ചാർജും സെപ്പറേറ്റാണ് വരുന്നത്. അത് നമുക്ക് ഫ്രീ ആയിട്ടുള്ള ബ്രാൻഡുകളും വരുന്നുണ്ട്. അത് ചെറിയ ഓഫർ പീരീഡിലാണ് വരുന്നത്. ഇപ്പോഴാണെങ്കിൽ നമുക്ക് 2-3 ബ്രാൻഡുകൾക്ക് ഫ്രീ ഇൻസ്റ്റാളേഷനാണ് വരുന്നത്. അതെ, ഈ എ സി യൂസ് ചെയ്യുമ്പോൾ ഉള്ള ഈ കറണ്ട് ചാർജ് അത് എങ്ങനെ കൂടി വരുമോ കുറഞ്ഞു വരുമോ? അത് നമുക്ക് സ്റ്റാർ റേറ്റിങ്ങിൻ്റെ ബേസിലാണ് വരുന്നത്. നമുക്ക് 3 സ്റ്റാർ എ സി വരുന്നുണ്ട്, 5 സ്റ്റാർ എ സി വരുന്നുണ്ട്. ഈ 2 രീതിയിലാണ് ഇപ്പോൾ എ സി വരുന്നത്. നമുക്ക് 5 സ്റ്റാർ ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കറണ്ട് കൺസപ്ഷൻ കുറവായിരിക്കും. നമുക്ക് എന്താ പറയുക, മണി സേവ് ചെയ്യാൻ പറ്റും. അത് നമുക്കൊരു 5-6 മണിക്കൂർ കണ്ടിന്യൂസ് യൂസൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ 5 സ്റ്റാർ വെച്ചിരിക്കണം. എന്നാൽ പിന്നെ ആ മോഡലിലോട്ടൊന്ന് കാണിച്ചാലോ, ഏതെങ്കിലും ഓഫറുള്ള? എന്നാൽ നമുക്കിപ്പോൾ ഓഫറിൽ കിടക്കുന്ന മോഡൽ ഏതാ ഉള്ളത്? നമുക്കിപ്പം മെയിനായിട്ട് നമുക്കിപ്പോൾ ഓഫറായി കിടക്കുന്നത് വോൾട്ടാസിൻ്റെ എ സി. വോൾട്ടാസിൻ്റെ നമുക്ക് 1 ടൺ വരുന്നുണ്ട്, 1.5 വരുന്നുണ്ട്, 2 ടൺ വരുന്നുണ്ട്. ഇതിൽ നമുക്ക് 3 സ്റ്റാറും 5 സ്റ്റാറും അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ ഈ വോൾട്ടാസിൻ്റെ ഇൻസ്റ്റലേഷൻ ചാർജ് ഒക്കെ എങ്ങനെയാണ്? ഇപ്പോഴാണെങ്കിൽ നമുക്ക് വോൾട്ടാസിന് ഫ്രീ ഇൻസ്റ്റാളേഷൻ വരുന്നത്. അതുപോലെ തന്നെ 5 ഇയർ വാറണ്ടി വരുന്നുണ്ട്. PCB, വേർപെട്ടൽ, കണ്ടൻസർ എല്ലാത്തിനും തന്നെ. അതെ, നമ്മുടെ എ സിക്ക് സ്റ്റെബിലൈസർ മസ്റ്റാണോ? സ്റ്റെബിലൈസർ മസ്റ്റാണെന്ന് ചോദിച്ചാൽ സ്റ്റെബിലൈസർ വെക്കുന്ന ആൾക്കാരുണ്ട്, വെക്കാത്ത ആൾക്കാരുണ്ട്. നമ്മൾ സ്റ്റെബിലൈസർ വെക്കാനേ എപ്പോഴും പറയുള്ളൂ. സ്റ്റെബിലൈസർ വെക്കുന്നതുകൊണ്ട് നമുക്ക് നെഗറ്റീവായിട്ടൊന്നും വരുന്നില്ല. എ സിയുടെ ലൈഫ് കൂടുകയുള്ളൂ. എന്നുവെച്ചാൽ നമ്മൾ എന്തെങ്കിലും നമ്മുടെ വോൾട്ടേജിൽ എന്തെങ്കിലും ഒരു വേരിയേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കത് മാനേജ് ചെയ്ത് പോകാൻ പറ്റും സ്റ്റെബിലൈസർ വെച്ച്. ഈ സ്റ്റെബിലൈസർ വെക്കുന്നതിന് ചാർജ് ഒക്കെ ഉണ്ടോ? എക്സ്ട്രാ ചാർജ് വല്ലതും? സ്റ്റെബിലൈസർ വെക്കുന്നതിന് നമ്മൾ ഇൻസ്റ്റാളേഷൻ വരുമ്പോൾ അവർ തന്നെ അത് ചെയ്തു തരും, കമ്പനി. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് എങ്ങനെ വരും? പ്രൈസ് വരുമ്പോൾ നമുക്ക് വോൾട്ടാസിന് തന്നെ കുറേ അധികം മോഡൽ വരുന്നുണ്ട്. നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത് വെക്ട്ര സീരീസാണ്. നമുക്ക് ഈ ടണ്ണേജ് എല്ലാം വരുന്നത് വെക്ട്ര സീരീസാണ്. ഇത് നമുക്ക് 1 ടണ്ണൊക്കെ ആണെങ്കിൽ നമുക്കൊരു 27,900 തൊട്ട് സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. 5 ഇയർ വാറണ്ടി ഉള്ള മോഡൽ, 5 ഇയർ വാറണ്ടി വിത്ത് ഫ്രീ ഇൻസ്റ്റാളേഷൻ വരുന്ന മോഡൽ. ഓക്കെ. അപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി എക്സ്ട്രാ എന്തെങ്കിലും ഡിസ്കൗണ്ട് ചെയ്യാൻ പറ്റുമോ? നമുക്ക് കടയിൽ വന്ന് നമുക്ക് ഈ വീഡിയോ കണ്ടിട്ട് കടയിൽ വന്ന് വരുന്ന കസ്റ്റമേഴ്സിനുള്ള നമുക്ക് അഡീഷണൽ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാം. ഇനി മുമ്പിലോട്ടുള്ള എല്ലാ മോഡൽസിനും ഇനിയും വരുന്ന വീഡിയോസിലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ടല്ലോ? തീർച്ചയായിട്ടും എല്ലാവർക്കും ചെയ്തു കൊടുക്കും. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.